ക്യൂട്ടിക്കൂരയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രിയ വാര്യർ എത്തിയ നിമിഷങ്ങളാണ് കണ്ടത്. പ്രിയ വാര്യർ ക്യൂട്ടിക്കൂരയുമായി ബന്ധപ്പെട്ട് അതേ നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് എത്തിയത്. ക്യൂട്ടിക്കൂരയുടെ സാധാരണയായിട്ടുള്ള നിറം എന്ന് പറയുന്നത് കാവിയാണ്, ഓറഞ്ച്, സാഫ്രൺ ആ രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. പ്രിയയും അതനുസരിച്ചുള്ള ഒരു വസ്ത്രം എത്തിക്കൊണ്ടാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ പൊസിഷനിലേക്ക് വരുന്നതും മാധ്യമങ്ങളെ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്നലെ കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന ആ പരിപാടിയിൽ മാധ്യമപ്രവർത്തകരുമായി ഒരു Q&A സെഷൻ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ പ്രിയ വാര്യരോട് ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത്. കാവി വസ്ത്രം അണിഞ്ഞുകൊണ്ട് പ്രിയ വാര്യർ മുന്നിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കാവി നിറം ഇട്ടത്? അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് പ്രിയ വാര്യർ വളരെ നൈസായിട്ട് മറുപടി പറഞ്ഞു വിട്ടു. ക്യൂട്ടിക്കൂരയുടെ ബ്രാൻഡിൻ്റെ അംബാസിഡർ പരിധിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് താൻ ഈ വസ്ത്രം അണിഞ്ഞുകൊണ്ട് എത്തിയത് എന്നതാണ് പ്രിയ വാര്യർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? കമൻറ്റുകൾ സംഭവിക്കും. കമൻറ്റുകൾ സംഭവിച്ചപ്പോഴേക്കും പ്രിയ വാര്യരെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും രണ്ട് തരത്തിലുള്ള ആളുകൾ എത്തി. അനുകൂലിച്ചുകൊണ്ട് പറയുന്നത് ക്യൂട്ടിക്കൂരയുടെ അംബാസിഡർ പൊസിഷനിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അതേ നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് പ്രിയ വാര്യർ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനെന്തിനാണ് ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കാണുന്നത് എന്നതാണ് പ്രിയ വാര്യരെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നതെങ്കിൽ, മറുവിഭാഗം ആളുകൾ പറയുന്നത് പേളിമാണി കാവി എന്ന് പറഞ്ഞപ്പോഴും സാഫ്രൺ എന്ന് പറഞ്ഞപ്പോഴും ഇവിടെ എന്തായിരുന്നു ബഹളം? അതെന്താ പ്രിയ വാര്യർ സാഫ്രൺ ഇടുമ്പോൾ മാത്രം ഒരു പ്രശ്നവുമില്ലാത്തത്? എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോകണമെന്ന് തോന്നി. ഈ സാഫ്രൺ നിറം എന്ന് പറയുന്നത് ക്യൂട്ടിക്കൂര എന്ന ബ്രാൻഡിൻ്റെ ഒരു ടെക്സ്റ്ററിലും ഒരു ലേഔട്ടിലും വരുന്ന ഒരു കളറാണ്. ആ കളറ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇന്നലത്തെ ആ വേദി തന്നെ എടുത്തു നോക്കിയാൽ ഏകദേശം ഇതേ കളറിലാണ് ആ വേദി മുഴുവൻ ഉണ്ടായിരുന്നത്. LED സ്ക്രീൻ ആയിക്കോട്ടെ, റാമ്പ് ആയിക്കോട്ടെ, എല്ലാം ഇതേ കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രിയ വാര്യരും അതേ അനുസരിച്ചൊരു ഡ്രസ്സ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു പൊളിറ്റിക്കൽ വേദിയല്ല, പൊളിറ്റിക്സ് സംസാരിക്കാനുള്ളൊരു വേദിയുമല്ല. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു ബ്രാൻഡ് അംബാസിഡർ പൊസിഷനിലേക്ക് ഒരു താരം എത്തുന്നു എന്നതിൻ്റെ അനുമോദന ചടങ്ങ് മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ ഈ അഭിമുഖം എടുത്തുകൊണ്ട്, അതുകൊണ്ട് നേരിട്ട് പോയി കണ്ട പശ്ചാത്തലത്തിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാമല്ലോ. എന്താണ് പേളിമാണിയെയും പ്രിയ വാര്യരും ഒരേ തട്ടിൽ കൊണ്ടുവരുന്നത് എന്ന കാര്യത്തിൽ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. പേളിമാണി സാഫ്രൺ കളറുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. CJP വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പേളിമാണി തൻ്റെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറയുന്ന സമയത്താണ് സാഫ്രൺ ഇസ് മൈ ഫേവറേറ്റ് കളർ എന്നത് പറഞ്ഞത്. അവിടെയാണ് പ്രശ്നം. അതായത് CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കേണ്ട സമയത്ത് അവരുടെ കൂടെ നിൽക്കാതെ പേളി തൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കുകയാണ് ആ പോസ്റ്റിലൂടെ ചെയ്തത്. ഇന്ത്യൻ കൊടിയുടെ കാര്യവും ആ ഇന്ത്യൻ കൊടിയിലെ 3 നിറങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം സാഫ്രൺ ആണെന്ന് പറയുന്നത് കാവി നിറത്തോടുള്ള BJP അനുഭാവം പങ്കുവെക്കുന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുശേഷം ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ പേളിമാണി വന്ന് സംസാരിക്കുമ്പോൾ പോലും തൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം മിണ്ടാൻ പേളിമാണി തയ്യാറായിട്ടുമില്ല. പൊളിറ്റിക്കൽ സ്റ്റാൻഡിൽ തൻ്റെ ഇഷ്ടപ്പെട്ട നിറം ഇതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തനിക്കിഷ്ടപ്പെട്ട പാർട്ടി ഇതാണ് എന്ന് പേളിമാണി പറയുക തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ പറയാതെ പറയുകയല്ല, പറയുക തന്നെയാണ് ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളോട് ഗോ ഹോം എന്ന് പറയുമ്പോൾ അതിന് പിന്നീട് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുന്നത് സ്റ്റേ സേഫ് എന്ന രീതിയിലാണ്. സ്റ്റേ സേഫ് വേറെ, ഗോ ഹോം വേറെ. ക്ലാരിഫിക്കേഷന് വീണ്ടും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പേളിമാണിയുടെ ആ 12 ലക്ഷത്തിലധികം യൂട്യൂബ് ചാനലിലിട്ട് ആ വീഡിയോ 12 ലക്ഷത്തിലധികം വ്യൂസ് പോയതിന് പിന്നാലെ ആ വീഡിയോയ്ക്ക് താഴെ ഒരൊറ്റ പോസിറ്റീവ് കമൻറ്റ് പോലും ഇല്ലാതെ പേളിമാണിയെ തുടരെ ആളുകൾ അത് കൂട്ടം ചേർന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റിയുടെ പ്രശ്നമല്ല, പേളിമാണി എടുത്ത സ്റ്റാൻഡിൻ്റെ പ്രശ്നമാണ്. CJP പ്രൊട്ടസ്റ്റ് നിൽക്കുന്ന സമയത്ത് തന്നെ താൻ ആദ്യമായിട്ടൊരു രാഷ്ട്രീയ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിന് പിന്നിലുള്ള സ്റ്റാൻഡ് എന്താണ്? അതിന് പിന്നിൽ എന്തെങ്കിലും കരങ്ങളുണ്ടോ? എന്തുകൊണ്ട് BJPയോടൊപ്പമാണ് താൻ നിൽക്കുന്നതെന്ന് പേളി പറയാതെ പറയുകയും ചെയ്തു. പ്രൊട്ടസ്റ്റേഴ്സിനോട് വീട്ടിൽ പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലം എന്താണ്? എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ആങ്കറായി നിന്നുകൊണ്ട് അതിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പേളിമാണി തൻ്റെ രാഷ്ട്രീയ നിലപാട് ആദ്യമായിട്ട് തുറന്നു പറയുന്ന വേദി എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അതിന് പിന്നിൽ സാമ്പത്തികമായ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? തുടങ്ങി നിരവധി ചോദ്യങ്ങളിൽ നിൽക്കുകയാണ് പേളിമാണി. നേരെ മറിച്ച് പ്രിയ വാര്യർക്കെതിരെയുള്ള ഈ ബാക്ക്ലാഷിങ്ങും സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഈ അധിക്ഷേപങ്ങളുടെയും കാരണം മനസ്സിലാകുന്നില്ല എന്ന് വേണം തന്നെ പറയാൻ. പ്രിയ വാര്യർ പങ്കെടുത്തത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടക്കുന്ന വേദിയിലല്ല. ക്യൂട്ടിക്കൂര എന്ന ബ്രാൻഡുമായി ബന്ധപ്പെട്ട് അവരുടെ കളറിൽ അതേ നിറത്തിലുള്ള ഡ്രസ്സ് ഇട്ടു എന്നത് മാത്രമാണ് പ്രിയ വാര്യർ അവിടെ ഉദ്ദേശിച്ചത്. ആ കളറിൽ തന്നെയാണ് ആ പരിപാടി മുഴുവൻ നടന്നത്, ആ ചടങ്ങ് നടന്നതും ആ കളറിലാണ്. അതുകൊണ്ട് തൻ്റെ വസ്ത്രവും അതനുസരിച്ച് ഇട്ടു എന്നത് മാത്രമാണ് പ്രിയ വാര്യർ ഇവിടെ ചെയ്യുന്നത്. അതിന് പിന്നിൽ വീണ്ടും ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അതിന് പൊളിറ്റിക്സുമായിട്ട് ഒരു ബന്ധവുമില്ല, ക്യൂട്ടിക്കൂരയുടെ കളർ ഇതായതുകൊണ്ട് അതനുസരിച്ച് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പ്രിയ വാര്യർ പങ്കുവെക്കുകയും ചെയ്തു. ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് പ്രിയ വാര്യറുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കാവിയാണെന്ന രീതിയിൽ പറയുന്നത്? ഒരു കാവി എന്ന നിറത്തിനോട്
വാര്യറിനോട് ഈ പൊതുസമൂഹത്തിനോ ജനങ്ങൾക്കോ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല, അല്ലെങ്കിൽ ഒരാൾക്കൊരു കാവ്യ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നിവിടെ ആരെങ്കിലും പറഞ്ഞോ? അതല്ലായിരുന്നു പേളി മാണിയുടെ ഇഷ്യൂ. യു ആർ കൺഫ്യൂസിങ് ദ ഇഷ്യൂ ഹിയർ. പേളി മാണിയുടെ ഇഷ്യൂ എന്തായിരുന്നു? പേളി മാണിയുടെ ഇഷ്യൂ ആ സിറ്റുവേഷനിൽ എന്തുകൊണ്ട് സാഫ്രൺ ഇസ് മൈ ഫേവറേറ്റ് കളർ എന്ന് പേളി പറഞ്ഞു എന്നതാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ പേളി ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാവ്യ നിറം ഉണ്ടായതല്ല വിഷയം. പേളി മാണിയുടെ ഇഷ്യൂ സാഫ്രൺ ഇസ് മൈ ഫേവറേറ്റ് കളർ എന്ന് ടൈപ്പ് ചെയ്ത് പേളി മാണി ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടതുകൊണ്ടാണ്. അത് പറയേണ്ട സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ് പേളിയുടെ ഫേവറേറ്റ് കളർ എന്ന് ഒരു മനുഷ്യൻ പേളിയോട് ചോദിച്ചിട്ടില്ലാത്ത സമയത്താണ് തൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പേളി കളറിലൂടെ മുന്നോട്ട് വെച്ചത്. പ്രിയ വാര്യർ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രിയ ആ കോസ്റ്റ്യൂം ആ ഒരു വേദിയുമായി ബന്ധപ്പെട്ട് അത് ബ്ലെൻഡ് ചെയ്ത് പോകാൻ വേണ്ടി മാത്രം ഉദ്ദേശിക്കുമ്പോൾ അതിൽ പൊളിറ്റിക്സ് കാണുന്ന കണ്ണുകൾ ഏത് തരത്തിലുള്ള കണ്ണുകളാണെന്നും അത് ചോദിക്കുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ മനസ്സിനെയും കുറിച്ചാണ് ഇവിടെ ചോദ്യം ചെയ്യാൻ തോന്നുന്നത്. പലപ്പോഴായി ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും വിശകലനം ചെയ്യാറുണ്ട്. ഏറ്റവും ഒടുവിൽ വിസ്മയ മോഹൻലാൽ നായികയെത്തുന്ന തുടക്കം എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ് മീറ്റിലും ഇതുപോലൊരു ചോദ്യം ചോദിച്ചിരുന്നു. വിസ്മയ മോഹൻലാലിനോട് ചോദിച്ചത്, ലാലേട്ടൻ ഇതുപോലെ ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്യുന്നതാണ്, കാലുപൊക്കി അടിക്കാറുണ്ട്, വിസ്മയും അതുപോലെ കാലുപൊക്കി അടിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് മോഹൻലാൽ തൊട്ടടുത്ത് നിന്നപ്പോൾ പറഞ്ഞ മറുപടി അത്രയൊന്നും കാല് പൊക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഡയലോഗ് സദസ്സിൽ ഇരിക്കുന്നവരെയും മാധ്യമ പ്രവർത്തകരെയും കൈയടിപ്പിച്ച ഡയലോഗാണ്. ഇമാതിരിയുള്ള ചൊറി വർത്തമാനങ്ങൾ, ഡയലോഗുകൾ, സംഭാഷണങ്ങൾ, ക്വസ്റ്റ്യനുകൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരിൽ നിന്നും പണ്ട് മുതലേ കേൾക്കുന്നതാണ്. അതിൻ്റെ അളവുകോൽ കുറയുന്നില്ല എന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കട്ടെ. അങ്ങനെയാണ് ഇപ്പോൾ ഈ നിറത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ നിറത്തിൻ്റെ പേരിൽ ഈ ചോദ്യം പ്രിയ വാര്യർ കേൾക്കേണ്ടി വരുന്നത്. അത് പൊളിറ്റിക്കൽ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒരു തരത്തിലും മനസ്സിലാവാത്തൊരു ഇഷ്യൂ. അതൊരു പൊളിറ്റിക്കൽ വേദിയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കതുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കലർത്താമായിരുന്നു. തൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പ്രിയ വാര്യർ പറയാൻ ശ്രമിച്ചതാണ് ഈ ഡ്രസ്സിലൂടെ എന്നെങ്കിലും പറയാമായിരുന്നു. ഇതൊരു ബ്രാൻഡ്, ആ ബ്രാൻഡിൻ്റെ കൊളാബറേഷൻ, ആ ബ്രാൻഡിൻ്റെ അംബാസഡർ, ബ്രാൻഡിൻ്റെ നിറം, ആ ബ്രാൻഡിൻ്റെ നിറം വർഷങ്ങളായി ഇവിടെ ഉള്ളതാണ്. ആ വർഷങ്ങളായി നിൽക്കുന്ന ബ്രാൻഡിൻ്റെ നിറത്തുമായി ബന്ധപ്പെട്ട് ഇത് സംസാരം വരുമ്പോഴേക്കും അനാവശ്യമായ ഹെയ്റ്റ് ക്യാമ്പയിൻ ഇവിടെ പ്രിയ വാര്യർക്കെതിരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പണ്ട് മുതലേ അങ്ങനെ അനാവശ്യമായ ഹെയ്റ്റ് ക്യാമ്പയിൻ താൻ പോലും അറിയാത്ത രീതിയിൽ പലതവണ ഉണ്ടായിട്ടുള്ള വ്യക്തിയും നടിയും കൂടിയാണ് പ്രിയ വാര്യർ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പ്രിയ വാര്യർക്കെതിരെ പറയുന്നതും പേളി മാണിയുമായിട്ടുള്ള കമ്പാരിസൺ കൂടി പുറത്തു വരുന്നത്.